നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കണ്ണമ്പള്ളി ഫ്രണ്ട്സ് വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സംഗമം സംഘടിപ്പിച്ചു. കെ.പി. മോഹനൻ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണമ്പള്ളി ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ അനുമോദന സംഗമം കെ.പി. മോഹൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. പത്രം വായിക്കാൻ മാത്രമുള്ളതായിരുന്ന അവിടുത്തെ സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്ന രൂപത്തിലാണ് വായനശാലകൾ വേണ്ടത് എന്നത് ഇന്നല്ല പഴയ കാലത്ത് ഗാന്ധിജി അടക്കം പറഞ്ഞതാണ്. പി.എൻ. മണിക്കർ അന്ന് വായനശാല തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണവും അതാണ്. സാമൂഹ്യപരമായ കാര്യങ്ങളിൽ ഇടപെടൽ കഴിഞ്ഞ കാലങ്ങളൊക്കെ തന്നെ വിപ്ലവ പ്രസ്ഥാനങ്ങളടക്കമുള്ളവയുടെ പ്രധാന പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നത് വായനശാലകളിലായിരുന്നു. അന്ന് ആ പ്രദേശത്തിൻ്റെ സാമൂഹ്യപരമായ അന്തരീക്ഷം, സാംസ്കാരികപരമായ അന്തരീക്ഷം ഒക്കെ തന്നെ അവിടെ വെച്ച് ചർച്ച ചെയ്യപ്പെടുകയും അതൊരു കാലഘട്ടത്തിൽ അതായിരുന്നു. അതിനുശേഷം പി.എൻ. മണിക്കറിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട I.V. ദാസന്മാർ വന്നു. അദ്ദേഹം കുറെ കൂടി ഉയർത്തിക്കൊണ്ടു ഗ്രാമീണ വായനശാലകളൊക്കെ തന്നെ വളരെയധികം ശക്തിപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള ഇടപെടൽ ലൈബ്രറി കൗൺസിൽ മുഖാന്തരം ഏർപ്പെട്ടു. ഇന്ന് ലൈബ്രറി കൗൺസിലിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെയധികം ശ്ലാഘനീയമാണ് എന്ന് മാത്രമല്ല മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വരികയാണ്. SSLC, +2, LSS, USS പരീക്ഷകളിൽ വിജയികളായ പ്രദേശത്തെ 68 വിദ്യാർത്ഥികളെയാണ് കണ്ണമ്പള്ളി ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയം അനുമോദിച്ചത്. ചടങ്ങിൽ സ്റ്റോക്ക്ഹോം യൂണിവേഴ്സിറ്റി, സ്വീഡനിൽ നിന്ന് ഗവേഷണത്തിൽ അർഹത നേടിയ കുമാരി സന്ധ്യ വിജിനെയും ജില്ലാ സംസ്ഥാന കുടുംബശ്രീ അരങ്ങ് കലോത്സവ പ്രതിഭകളായ രജിന കനവത്ത്, റിയ സുരേന്ദ്രൻ എന്നിവരെയും പാനൂർ മുനിസിപ്പാലിറ്റിയിലെ മികച്ച ഹരിത വിദ്യാലയമായി തെരഞ്ഞെടുത്ത പെരിങ്ങളം നോർത്ത് LP സ്കൂളിനെയും മികച്ച ഹരിത അംഗൻവാടിയായി തെരഞ്ഞെടുത്ത നാമത്താൻഡിവിട അംഗൻവാടിയെയും മികച്ച കുടുംബശ്രീയായി തെരഞ്ഞെടുത്ത സംഘമിത്ര കുടുംബശ്രീയെയും അനുമോദിച്ചു. കെ.പി. മോഹൻ എം.എൽ.എ. ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ ഷീബ കണ്ണമ്പ്രത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ N.K. ശ്രീധരൻ, N.K. ഭാസ്കരൻ, S. കുഞ്ഞിരാമൻ, G. മുകുന്ദൻ, സന്ധ്യ വിജയൻ, സുലോചന K, ശിവദ R എന്നിവർ സംസാരിച്ചു. സമഗ്ര ന്യൂസ്.